ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ മറ്റൊരു എപ്പിസോഡുമായി മൂകാംബിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇനി ഒരു 8 മണിയാകുമ്പോൾ പരൂർ ചെല്ലും. അവിടുന്ന് ഒരു 8:15 ഞങ്ങളുടെ ട്രെയിൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മറ്റു വിശേഷങ്ങൾ തുടരെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഞങ്ങളിപ്പോൾ പരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഞങ്ങൾ ട്രെയിൻ 8:15. ഇവിടുന്ന് ഇനി ഒരു അരമണിക്കൂർ ടൈം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ട്രെയിനിൽ കയറാമെന്നാണ് വിചാരിക്കുന്നത്. നാളെ രാവിലെ 8:30 ഞങ്ങൾ മംഗലാപുരത്തെത്തും. മാവേലി എക്സ്പ്രസ് ആണ്. ഞങ്ങളെ B1 കോച്ചാണ്. ഞങ്ങളിനി മാവേലി എക്സ്പ്രസിന്റെ സെക്കൻഡിലാണ് എപ്പോഴും മാവേലി എക്സ്പ്രസ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പം മലബാർ എക്സ്പ്രസ് പരവൂരിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേ ഞങ്ങൾ ട്രെയിൻ വരത്തുള്ളൂ. ഈ സമയം മഴയില്ലാത്തതുകൊണ്ട് വളരെ സഹായമായി. ഞങ്ങളുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് പരവൂർ. രണ്ടു മാസം മുമ്പ് ഊട്ടി പോയ സമയത്തുണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 18 പേരാണ് ഇവരും. അതിൽ കുറെ ആൾക്കാർ പല കോച്ചിലിരിക്കുകയാണ്. ഞങ്ങൾ ഉടനെ ഇറങ്ങും, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങും കേട്ടോ. ഞങ്ങൾ വീണ്ടും മാംഗ്ലൂർ എത്തും. അവിടെ നിന്ന് അടുത്ത ട്രിപ്പ് മൂകാംബി ക്ഷേത്രത്തിലേക്കാണ് ഫസ്റ്റ് ട്രിപ്പ്. ഇന്നത്തെ ഞങ്ങൾ മാംഗ്ലൂർ സെൻട്രൽ ഇറങ്ങി. ഇവിടുന്ന് ഞങ്ങൾ പതുക്കെ ഇനി അപ്പുറത്ത് ഫ്ലാറ്റ് നമ്പർ 1 പോവുകയാണ്. അവിടെ എത്തിയിട്ട് 9:30 നമ്മളെ ട്രെയിൻ കേട്ടോ. മാംഗ്ലൂർ സെന്റർ. സ്റ്റേഷനിൽ വെയിറ്റിംഗിലാണ്. ഞങ്ങൾക്ക് 9:30 ഇവിടുന്ന് ട്രെയിൻ കാഞ്ചിപുര എക്സ്പ്രസ്. അവിടെ ബൈന്ദൂരിൽ ഇറങ്ങും മൂകാംബിയിലേക്ക് പോകാനായിട്ട്. നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിരിക്കും. ഞങ്ങൾ ലഗേജ് എല്ലാം വിളിക്കുന്നുണ്ട്. അവർ വന്നതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അപ്പോഴത്തേക്ക് 9:30 ആവും. അപ്പൊ ഇത് ഞങ്ങൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 1 നിൽക്കുവാണ്. ഇനി സെക്കൻഡിലോ തേർഡിലോ പോകാൻ ആ സമയത്ത് ഞങ്ങൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മൾ എവിടെ തന്നെ അയ്യാപ്പിന്റെ ഫുഡ് കഴിച്ചു. കുഴപ്പമില്ല, ദോശ ഇതൊക്കെ ആയിരുന്നു. ഭയങ്കരമായ മഴ, നല്ല മഴയുണ്ട്. അങ്ങോട്ട് എങ്ങോട്ട് മൂകാംബിയിലേക്ക് ചെല്ലുമ്പോ ഭയങ്കര മഴ, നല്ല മഴ പെയ്യുവാണ്. ഞങ്ങൾക്ക് 9:30 മണിക്കാണ് ട്രെയിൻ. ഇനി അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. അപ്പുറത്തെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. അപ്പഴത്തേക്ക് കുറച്ച് ഇനി ഇവിടുന്ന് പോകാൻ ഈ മഴയൊന്ന് തോന്നാലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നനയേണ്ടി വരും കുറച്ചൊക്കെ. സൂപ്പർ മഴ. ഒരു എഞ്ചിൻ വരുന്നണ്ട. നല്ല അടിപൊളി മഴയാണ്, അടിപൊളി മഴ. അതായത് കേരളത്തേക്കാൾ വെല്ലുന്ന മഴയാണ് കേട്ടോ. ഒരു ട്രെയിൻ അവിടെ നിന്ന് വരുന്നുണ്ട്. കാഞ്ചിക്കോട് എക്സ്പ്രസ് മാംഗ്ലൂരിൽ നിന്ന് ബ്രിട്ടീഷറിലേക്ക് പോവുകയാണ് കേട്ടോ. എന്ത് നല്ല മഴയായിരുന്നു ഇവിടെ, മഴയോട് മഴ. ഇപ്പൊ മഴയൊന്ന് ശമിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളപ്പോ യാത്രയാവുകയാണ് ഉടുപ്പി റോഡിലേക്ക്, മൂകാംബിയിലേക്ക്. ഞങ്ങളെല്ലാം ട്രെയിനിൽ കയറി. ഇനി ട്രെയിൻ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടുന്ന് പുറപ്പെടുന്നതാണ് കേട്ടോ. ഒരു 12:55 ആകുമ്പോൾ ഞങ്ങൾ മൂകാംബി റോഡിലെത്തും. 11789 എന്ന ട്രെയിനാണ് ഇത്. ആന്ധ്രയിൽ നിന്ന് വന്ന ട്രെയിനാണ്. പുതിയ ട്രെയിൻ കോച്ചൊക്കെ നല്ല വൃത്തിയുണ്ട്, നീറ്റായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നല്ല മഴയുടെ കോളുണ്ട്. അന്തരീക്ഷമെല്ലാം വീണ്ടും മൂടി കെട്ടിയിരിക്കുകയാണ്. ഞങ്ങള് ട്രിപ്പിലെത്താറായി. ഞങ്ങളിപ്പോ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. ഉടുപ്പി നല്ല മഴ ഇവിടെയും. ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ വളരെ മനോഹരമാണ് കേട്ടോ. നല്ല വൃത്തിയുണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ട്രെയിൻ നല്ല സ്പീഡിലാണ് കേട്ടോ.
മനോഹരമായ മഴ കാഴ്ചകളാണ് പിന്നെ എന്ത് ചെയ്യാം, ഈ ട്രെയിനിന്റെ സൗണ്ട് കാരണം സൗണ്ട് ഒന്നും പുറത്തു വരുന്നില്ല കേട്ടോ. ട്രെയിൻ നല്ല സ്പീഡിലാണ്. അങ്ങനെ ഞങ്ങൾ മൂകാംബി റോഡിലെത്തി. ഇനി ഇവിടെ നിന്ന് ഞങ്ങളെ കൂട്ടുകളെല്ലാം ഇവിടെ കളക്ട് ചെയ്ത് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഇനി ഞങ്ങള് ഫുഡ് കഴിക്കാനുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ഇതിനുള്ളിലുള്ള സ്റ്റാളുകളൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ഇനി ഞങ്ങൾ വെളിയിലേക്ക് പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ടുള്ള യാത്ര ബസ്സിലായിരിക്കും. ജസ്റ്റ് റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് സൈഡിൽ തന്നെ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ അംബിക ഇന്റർനാഷണൽ. ഞങ്ങള് ഇന്റർനാഷണൽ ഹോട്ടലിനെ കേട്ടപ്പോ പ്രതീക്ഷിച്ചു, ഒത്തിരി ഇതായിട്ടാ പ്രതീക്ഷിച്ചത്. പക്ഷെ നമ്മൾ അകത്ത് കയറി ഇത്രയും നല്ല സൂപ്പർ ഫുഡായിരുന്നു. ഇത്രയും ഫേവറബിൾ പ്രൈസില്, ഒരു മീൽസിന് 100 rupees അത്രേ ഉള്ളൂ. അത്രയും നല്ല ഫുഡായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഞാനിപ്പോ മൂകാംബി ബസ് സ്റ്റാൻഡിലാണ്. ഇനി ബസ് ഇവിടുന്ന് 2:45 തിരിക്കത്തുള്ളൂ കേട്ടോ. ഇനി ഒരു 3/4 മണിക്കൂർ ഇവിടെ നിൽക്കേണ്ടി വരും. എന്തായാലും ഇവർ ഇവിടുന്ന് ഒരു 3/4 മണിക്കൂറിന്റെ 3:30 ആകുമ്പോൾ എത്തുന്നാ പറഞ്ഞത് കേട്ടോ. മൂകാംബിക ദേവിയുടെ സന്നിധിയിലാണ് ഞങ്ങള് 4 മണിക്കാണ് എത്തിയത്. നല്ല മഴയായിരുന്നു. ഞങ്ങളൊരു 4 മണിയായപ്പോടെ എത്തി. പക്ഷെ മഴ സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ലളിതാംബിക എന്ന് പറഞ്ഞ ഗസ്റ്റ് ഹൗസ് ആണ് നമുക്ക് കിട്ടിയത്, ക്ഷേത്രത്തിന്റെ തന്നെ, ദേവസ്വം ട്രസ്റ്റിന്റെ. ശ്രീ മൂകാംബിക ടെമ്പിളിന്റെ മുൻവശത്തെത്തിയിരിക്കുകയാണ്. മഴ, നല്ല മഴയുണ്ട്. മഴയെ വകവയ്ക്കാതെയാണ് ഞങ്ങൾ എത്തിയത്. അപ്പോ നല്ല ഒരു അന്തരീക്ഷമാണ്. ഇപ്പൊ ഭക്തി നിർഭരം എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്ക് ഭക്തി നിർഭരം. അമ്മേ ശരണം, ദേവി ശരണം. ഒരുപാട് തിരക്കുണ്ടെന്ന്, ശനിയാഴ്ചയല്ലേ. ഒരു പ്രാവശ്യം ദേവിയെ കണ്ട് പ്രാർത്ഥിച്ചു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ക്യൂവിൽ നിൽക്കാനുള്ള ഒരു പ്ലാനിലാണ്. ഞങ്ങൾ കൂടെയുള്ളവരെല്ലാം ക്യൂവിലാണ്. ജനനിമിടമാണ് ഇവിടെ. ഇത്രയേറെ മഴയുണ്ടായിട്ടും ഒരുപാട് ക്യൂ ആണിത്. ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ എന്നൊരിക്കൽ പ്രാർത്ഥിക്കുന്നു. ഇവിടെ മലയാളികളാണ് ഏറ്റവും കൂടുതലുള്ളത്. മറ്റ് സംസ്ഥാനക്കാർ ഉണ്ടെങ്കിലും ഇത് കർണാടകയിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. പക്ഷെ ധാരാളം ഭക്തജനങ്ങൾ എപ്പോഴും ക്യൂവിലാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് രാവിലെ 6 മണി തൊട്ട് 1 മണി വരെ ഇവിടെ വിദ്യാരംഭം കുറിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. നാളെ രാവിലെ ഇവിടുന്ന് പോകത്തുള്ളൂ. ആദിപരാശക്തിയായ ദേവി മൂകാസുരനെ വധിച്ച് മൂകാംബിക ദേവിയായി മാറി. സരസ്വതി ദേവി, ലക്ഷ്മി ദേവി, പാർവതി ദേവി, 3 ദേവിമാരും ഒന്നിച്ചുള്ള പരാശക്തിയാണ് മൂകാംബിക ദേവി. കേരളത്തിൽ വിദ്യാ ദേവതയായ സരസ്വതി ദേവിയുടെ ഒരു ക്ഷേത്രം പോലും ഇല്ല എന്ന് ആദി ഗുരുവായ ശങ്കരാചാര്യർക്ക് വിഷമമുണ്ടായി. ദേവി പ്രീതിക്കായി കുടജാദ്രിയിൽ പോയി ഗുരു തപസ്സനുഷ്ഠിച്ചു. ദേവി ഗുരുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവി കേരളത്തിലേക്ക് വന്ന് കുടിയിരിക്കണം എന്ന് ശങ്കരാചാര്യർ അപേക്ഷിച്ചു. ഗുരുവിന്റെ മുന്നിൽ ദേവി ഒരു നിബന്ധന വച്ചു. നീ നിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നുകൊള്ളുക, നിന്നുടെ പിന്നാലെ ഞാനുണ്ടാകും. പക്ഷേ നിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തും വരെ ഒരു കാരണവശാലും നീ തിരിഞ്ഞു നോക്കാൻ പാടില്ല. നിബന്ധന സമ്മതിച്ച് യാത്ര തുടങ്ങി. ഏറെ ദൂരം പിന്നിട്ടപ്പോൾ ദേവിയുടെ കാലച്ച കേൾക്കാതെയായി. ദേവി കൂടെ വരുന്നുണ്ടോ എന്ന് സംശയിച്ച് ഗുരു തിരിഞ്ഞു നോക്കിയതും ദേവി വിഗ്രഹമായി മാറി. അവിടെയാണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.